മുംബൈയിൽ നിന്ന് ഹലോ, പുതിയൊരു KJ ഫയർ ആൻഡ് ജിപ്സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ മുംബൈയിൽ നിന്ന് ഇറങ്ങി, പിന്നെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചെന്നിട്ട് അവിടെ നിന്ന് ട്രെയിൻ പിടിക്കണം. 12:40 ട്രെയിൻ. അപ്പോൾ പൻവേൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ GTP നഗറിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഞാൻ നടന്നു പോകാമെന്ന് വിചാരിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഏരിയയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഏരിയയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നടക്കുന്നത് കേട്ടോ. GTP നഗറിലേക്ക് അവിടെ ചെന്നിട്ട് നമ്മൾ ലോക്കൽ സ്റ്റേഷൻ പിടിക്കണം. ലോക്കൽ ട്രെയിൻ പിടിച്ചിട്ട് അവിടെ നിന്ന് നേരെ പൻവേലിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ അവിടെ ചെന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നേരെ പോകുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം. അതിന് അവിടെ ചെന്ന് സമയമുണ്ടെങ്കിൽ വെയിറ്റിംഗ് ഹോളിൽ റെസ്റ്റ് ചെയ്യാം. ഓക്കെ, പോയി വേണ്ട. ഇതാണ്ട് നിങ്ങളുടെ ഇവിടുത്തെ കാഴ്ചകൾ. വേസ്റ്റും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുന്നുകൂട്ടി ഇടുന്നു, അവർ വന്ന് കളക്ട് ചെയ്തെന്ന് തോന്നുന്നു. അങ്ങനെയാണ് കേട്ടോ. വേസ്റ്റൊക്കെ ഇതേപോലെയൊക്കെ തന്നെയാണോ സൈഡൊക്കെ കണ്ടു. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ഒരു വശം എപ്പോഴും അതായത് എല്ലാ സിറ്റിയിലെയും ഒരു വശം നല്ല വൃത്തിയും അതായത് അത്യാവശ്യം ഡെവലപ്ഡ് ആയിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും ഇതേപോലെ തന്നെ ക്ലീൻനെസ്സും എല്ലാം ഉണ്ടാവും. പക്ഷേ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ഈ നമ്മ ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ തുറം വേസ്റ്റുകൾ ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സിറ്റിയിലും ഉണ്ടാവും കേട്ടോ. അതേപോലെ ഒരു സ്ട്രീറ്റുകൾ അങ്ങനെയൊക്കെ നമ്മൾ കാണുന്ന എല്ലാ സിറ്റികളിലും അതേപോലെ തന്നെ ഡംപ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. ഇവിടെയും അതേപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. ഈ സിറ്റിയിൽ ആണോ റോഡിൽ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തേക്കും. നോക്കി കണ്ടോ, രണ്ട് സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പാർക്ക് ചെയ്തേക്കും. ഒരു ബസ്സിന് പോകാൻ പറ്റുന്ന അതേ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ശരിക്കും. രണ്ട് സൈഡിലും മെട്രോ സ്റ്റേഷൻ്റെ താഴെ തന്നെ പാർക്ക് ചെയ്തേക്കും. നമ്മൾ ഇതേപോലെ തന്നെ കൊച്ചിയിൽ നിങ്ങൾ കാണാൻ പറ്റില്ലേ, നമ്മൾ ഇടപ്പള്ളിയിൽ ജംഗ്ഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേപോലെ മെട്രോ സ്റ്റേഷൻ്റെ താഴെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ കാണാം. പക്ഷെ ഇതേപോലെയുള്ള ഇട റോഡുകൾ അല്ലെങ്കിൽ അങ്ങോട്ട് അതായത് പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലല്ലാതെ ഇട റോഡുകളിലൊക്കെ പാർക്കിങ് ഉണ്ടോ? നമ്മൾ പാർക്ക് ചെയ്യാറുണ്ട്. ഗ്രില്ലുണ്ടെങ്കിൽ കൂടിയും നമ്മൾ പാർക്ക് ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. നമ്മൾ പ്രധാനപ്പെട്ട ഒരു ബസ് സ്റ്റോപ്പാണ് കേട്ടോ ഇവിടെ. ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലണത് ഒരു സിഗ്നൽ ജംഗ്ഷനിലേക്കാണ്. അവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്തൊക്കെ ഷെയർ ടാക്സി കണ്ടോ. പണ്ട് ആൾക്കാർ തിങ്ങിന്ന് ഇറങ്ങി പോകണമെങ്കിൽ ഇതെല്ലാം ഷെയർ ടാക്സിയുടെ ആൾക്കാർ ഇവിടെ വന്ന് ഇതേപോലെ ഓരോ സ്പോട്ടിൽ ഇപ്പോൾ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ബസ് കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള ഏരിയകളിലോട്ട് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ബസ് സ്റ്റോപ്പിലോട്ടൊക്കെ ഇതേപോലെ ടാക്സികൾ വരും കേട്ടോ. ടാക്സികൾ വന്നിട്ട് എല്ലാവരും അതിനകത്തേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത്. അതേപോലെ ബസ് വന്ന് ഇവിടെ വെക്കും. അല്ലെങ്കിൽ ഷെയർ ടാക്സി ഇതേപോലെ വലിയ ഈ ഈക്കോ പോലെയുള്ള വലിയ വണ്ടികളില്ലേ, അത്യാവശ്യം ആൾക്കാരെ കയറ്റാൻ സാധിക്കുന്ന വണ്ടികൾ വന്ന് നിൽക്കുമായിരുന്നു. അങ്ങനെ നിന്നിട്ടാണ് ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ എത്ര രൂപയാണോ നമുക്ക് പോകേണ്ടത്, ഇപ്പോൾ 100 റുപ്പീസൊക്കെ ആണെങ്കിൽ 10 പേര് അതിനകത്ത് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഷെയർ ആകും. അപ്പോൾ 10 രൂപയൊക്കെ ഒരാളുടെ എന്ന് വരുത്തുള്ളൂ അങ്ങനെ പോകുമ്പോൾ. അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ ഇവിടെ. ഈ ജംഗ്ഷനിൽ നമ്മൾ ലെഫ്റ്റാണ് പോകേണ്ടത്. അപ്പോൾ ലെഫ്റ്റിലേക്ക് നടക്കാം. അതിന് നേരെ ഗാന്ധിനഗറിൽ ചെന്ന് ടിക്കറ്റ് എടുക്കണം, ലോക്കൽ ട്രെയിൻ ടിക്കറ്റ് എടുക്കണം, എന്നിട്ട് ട്രെയിൻ പിടിക്കണം. ട്രെയിൻ പിടിക്കണത് ഒരു ചടങ്ങാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റോ അല്ലെങ്കിൽ അത്രയൊക്കെ നിർത്തത്ത് തരുള്ളൂ നമുക്ക്. അതിനുള്ളിൽ നമ്മൾ ഓടി എവിടെയെങ്കിലും കയറി ഇരിക്കുകയോ അല്ലെങ്കിൽ സീറ്റ് മാക്സിമം ഉണ്ടാവത്തില്ല. കാരണം രാവിലെ ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. കാരണം ഓഫീസിൽ പോകുന്നവരുണ്ടാകാം, വർക്കിന് പോകുന്നവരൊക്കെ ഇല്ലോ. അപ്പോൾ അവരെല്ലാവരും ഈ ലോക്കൽ ട്രെയിനാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്തായാലും തിരക്കുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിയിട്ട് നമുക്ക് അതനുസരിച്ച് നോക്കാം പോകുന്ന കേട്ടോ.
അപ്പോൾ നമ്മൾ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. പയ്യെ ഫ്ലൈ ഓവർ കയറി നമ്മൾ സ്റ്റേഷനിലേക്ക് ചെല്ലണം. കേട്ടോ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ പോകുന്ന റൂട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്നത്. ഇതൊക്കെ തുണിയൊക്കെ കൊണ്ട് മറ്റേക്കണം പുതിയൊക്കെ. വണ്ടികളൊക്കെ പാർക്ക് ചെയ്തേക്കുന്നുണ്ട്. വേസ്റ്റുകളൊക്കെ കിടക്കണം നോക്കിയവരൊക്കെ. അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ വേസ്റ്റായിട്ട് കിടക്കുക കേട്ടോ. റോഡൊക്കെ ഉണ്ടോ ഇപ്പോൾ ഞാൻ കിടക്കുക. ഓക്കെ, ഇത് പോക്കറ്റ് റോഡാണ് ഇപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു പോക്കറ്റ് റോഡാണ്. ഡയറക്റ്റ് നമ്മളിനി നേരെ കാണുന്ന ഫ്ലൈ ഓവറിലേക്ക് കയറണം. അതാണ് സ്റ്റേഷൻ. അവിടെ ചെന്നിട്ട് വേണം നമ്മൾ ട്രെയിൻ പിടിക്കാൻ. ഇന്ന് പോകുന്നത് ഞാനത് കുടുങ്ങി കഴിച്ചു. ഇതിനകത്ത് ഞാൻ കുടുങ്ങി. ബാഗ് വലുതായതുകൊണ്ട്, ബാഗ് ഹെവി ലോഡായതുകൊണ്ട് അവിടെ അതിൻ്റെ ഇടയിൽ ജാമായി പോയി. ഒരു കണക്കിനാണത് ചരിഞ്ഞൊക്കെയാണ് ഞാൻ കയറി വന്നത്. അമ്മ നീ പറയണ്ട. അപ്പം അങ്ങനെ നമ്മൾ ഫ്ലൈ ഓവർ കയറാൻ പോയി. ഇനി അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. പ്ലാറ്റ്ഫോം ഇതാണ്. ഞാനിവിടെ ചോദിച്ചു അവരോട് പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇതാണെന്നാണ് പറഞ്ഞത് അവർ. അപ്പോൾ നമ്മളിനി ഇവിടെ വന്ന് ഇനി ഇവിടെ നിന്ന് ഏകദേശം സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ നിൽക്കണം. എങ്കിലേ നമുക്ക് ടിക്കറ്റ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതായത് നമുക്ക് സെക്കൻഡ് ക്ലാസ്സിലാണ് കറക്റ്റ് കയറേണ്ടത്. ഫസ്റ്റ് ക്ലാസ്സിലൊന്നും പോയി കയറരുത്. കാരണം ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പോയി നമുക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ ടിക്കറ്റ് ചെക്കറും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഫൈൻ ഈടാക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളിവിടെ പൻവേലി വരുന്ന ട്രെയിൻ ഏകദേശം സെൻറ്റർ ഭാഗത്തായിട്ടാണ് നിൽക്കേണ്ടത് കേട്ടോ. അപ്പോൾ സീറ്റ് കിട്ടുമെന്ന് അറിയില്ല. സീറ്റ് കിട്ടിയാൽ നമുക്ക് ലക്കിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തിരക്ക് ഇത്രത്തോളം തിരക്ക് കൂടുതലാണ്. ഇപ്പോൾ വാശി ജംഗ്ഷനിലേക്ക് പോകുന്ന ട്രെയിനാണ് അത്. ഇത് നമ്മളിവിടെ ഈ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വി എ എന്ന് എഴുതിയേക്കുന്നുണ്ടോ അവിടെ. ഇവിടെ നമുക്ക് എങ്ങാടാണോ പോകേണ്ടതെന്നുള്ളത് അത് അവിടെ കാണിക്കോട്ടെ. ബി എ എന്ന് പറയണത് വാശി എന്നാണ് അവിടെ എഴുതി കാണിക്കണേ. നമുക്ക് പൻവേലിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ പി എൽ എന്നായിരിക്കും. ബി എക്ക് പകരം പി എൽ എന്ന് എഴുതി കാണിക്കും. അപ്പോൾ നിങ്ങൾ ലോക്കൽ ട്രെയിൻ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ സൈഡിൽ കാണുന്ന ഇതിനകത്ത് നമ്മൾക്ക് ഏത് പ്ലാറ്റ്ഫോം ആണെന്ന് ചോദിച്ചതിന് ശേഷം ഇവിടെ ഈ എഴുതി കാണിക്കുന്ന ട്രെയിൻ ഏതാണോ ആ ട്രെയിൻ പിടിച്ചാൽ മതി കേട്ടോ. വി എൽ ആണെങ്കിൽ വി എൽ, അങ്ങനെ വാശിയാണെങ്കിൽ വാശി, അത് ആ ഭാഗത്ത് ഇങ്ങനെ എഴുതി കാണിക്കും. അപ്പോൾ അത് നോക്കണം കേട്ടോ. നിങ്ങൾ പിടിച്ചിട്ടാ ട്രെയിനിൽ കയറി സെക്കൻഡ് ക്ലാസ്സിനാണ് ടിക്കറ്റ് എടുത്തത്. ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഞാൻ പൻവേലിൽ എത്തിയിട്ട് പറയാം. മുംബൈയുടെ മറ്റേ പോർട്ടാണോ നിങ്ങളിപ്പോൾ കാണുന്നത്. നാവി മുംബൈയിലേക്ക് നമ്മൾ വരുന്ന നാവി മുംബൈ കഴിഞ്ഞിട്ടുള്ള ബ്രിഡ്ജും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെയുള്ള ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് താലോജി റിവറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഇപ്പോഴത്തെ സൈഡ് നിങ്ങൾ കാണുന്നത് കലുണ്ട്ര റിവറും ഉണ്ട്. ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറി പ്ലെയിൻസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമതലങ്ങളും കാര്യങ്ങളും കണ്ടോ, റിവേഴ്സ് കണ്ടോ, റിവറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണുന്നത് മുംബൈയിലെ ഉൾഗ്രാമങ്ങളുടെ ഇതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പൻവേൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എത്താറായി. ഇനി കുറച്ചും കൂടി എത്താമെന്നുള്ളൂ. ജസ്റ്റ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് ഇനി കയറിക്കൊണ്ടിരിക്കും. റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തെ കാഴ്ചകളാണ് കണ്ടാൽ നിങ്ങൾ കാണുന്നുണ്ടോ. റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത്. ഞങ്ങൾ കയറുമുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇനി 12:40 ട്രെയിനുള്ളത്. അപ്പോൾ അതുവരെ നമ്മളിവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ തന്നെ വെയിറ്റ് ഹോളിൽ തന്നെ റെസ്റ്റ് ചെയ്യാനുള്ള ഇതാണ് ചെയ്യാൻ.
നോക്കിയത് പൻവേല് റെയിൽവേ സ്റ്റേഷൻ്റെ ഇതാണ് കേട്ടോ. നമുക്ക് ആ ഭാഗത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമുക്കിനി അടുത്തത് ആ ഭാഗത്തേക്ക് ഫുഡ് കഴിച്ചിട്ട് ആ ഭാഗത്തേക്ക് വന്നു. ഇവിടെ കണ്ടോ ഈ ടിക്കറ്റ് കൗണ്ടേഴ്സിൻ്റെ തിരക്കാണ് കാണുന്നത്. ഇത്രയും ടിക്കറ്റ് കൗണ്ടേഴ്സ്. ഇത് പൻവേൽ എന്ന് പറയുന്നത് എക്സാക്ട്ലി എൻ്റെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ലോക്കൽ ട്രെയിനിൻ്റെ എൻ്റെ കാണുന്ന ട്രെയിൻ കണ്ടോ. ഇത് കൽക്കരി കൊണ്ടുപോകുന്ന ട്രെയിനാണ് കേട്ടോ. കണ്ടോ കൽക്കരി ആയതിനകത്ത് നിറച്ചതിനകത്ത് കൊണ്ടുപോകാനുണ്ടോ. ബ്ലാക്ക് ഓയിലാണ് കേട്ടോ ഇത് കൊണ്ടുപോകുന്നത്. ഒരുപാട് സ്റ്റോക്ക് ഇതായിട്ടുള്ള എല്ലാ ഇതും ട്രാൻസ്പോർട്ടേഷൻസൊക്കെ ഇതിലൂടെയാണ് ഈ സ്റ്റേഷനിലൂടെയാണ് മെയിനായിട്ട് നടക്കുന്നത്. പോകാനുള്ള ട്രെയിനാണ് ഉണ്ടാവുന്നോണ്ടിരിക്കുന്നത്. മംഗൾദ്വീപ് എന്നാണ് ഇതിൻ്റെ ട്രെയിനിൻ്റെ ഇത് പേര്. ഇത് നേരെ നിസാമുദ്ദീൻ ന്യൂഡൽഹിക്ക് പോകുന്നതാണ്. ഡൽഹിയുടെ ആ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനാണിട്ടത്. ഞാൻ ആഗ്രയിൽ ഇറങ്ങിയിട്ട് പിന്നെ അടുത്ത ദിവസം നമ്മൾ ഡൽഹിക്ക് പോകും. അപ്പോൾ ഈ ട്രെയിനാണ് നമുക്ക് പോകാൻ പോകണം. സ്ലീപ്പർ കോച്ചിലാണ് പോകാൻ പോകണം. ട്രെയിനിൽ കയറട്ടെ. എറണാകുളത്ത് നിന്ന് ആണ്ടാ നിസാമുദ്ദീൻ്റെ. എറണാകുളത്ത് നിന്ന് ഡൽഹിക്ക് പോകുന്ന ഡയറക്റ്റ് പോകുന്ന ട്രെയിനാട്ടത്. മംഗൾദ്വീപ്. ഞാനിപ്പോൾ ട്രെയിൻ കയറി ഇരിക്കാണ്ട് 21 മണിക്കൂറത്തെ ട്രാവൽ ആഗ്രയിലേക്ക്. 21 മണിക്കൂർ ഇതിൻ്റെ അകത്ത് തന്നെ ഫുൾ ടൈം ട്രെയിൻ യാത്ര. ഇത്രയും ലെങ്ത് വരുന്നത് ഭയങ്കരമായിട്ട് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രായത്തിൽ ചെല്ലട്ടെ. മലനിരകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് ഇതുണ്ട്. ഇവിടെ പാറക്കല്ലുകളൊക്കെ ഫുള്ളായിട്ട് കിടക്കുന്നുണ്ട്. ഇത് പണ്ട് നമ്മുടെ ഈ ഭൂപ്രകൃതി അനുസരിച്ച് ഈ ഡെക്കാൻ പ്ലാറ്റൂവിൻ്റെ ആ ഏരിയ മൂടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പാറക്കല്ലുകളുണ്ടോ ഫുൾ പാറയായിട്ട് കിടക്കുന്നുണ്ടോ. അതായത് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഇന്ത്യ ഭൂഖണ്ഡം എന്ന് പറയുന്നത് നമുക്കറിയാലോ ഈ സദേൺ സൈഡിൽ നിന്ന് ഹെമോസ്ഫിയറിൽ നിന്നും വന്നതാണ് നോർത്തേൺ സൈഡിൽ നിന്ന്. അപ്പോൾ അവിടെ നമ്മുടെ ഇവിടെ വന്ന് ഇടിച്ച സമയത്ത് അല്ലെങ്കിൽ ആ ഭൂപ്രകൃതി വന്ന് ഇടിച്ച സമയത്ത് ഇവിടെ അഗ്നിപർവ്വത സ്ഫോടനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അഗ്നിപർവ്വതങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ലാവ തണുത്തുറഞ്ഞുണ്ടായിരുന്ന പ്ലേറ്റ്യൂസ് ഉണ്ട് നിങ്ങൾ കാണുന്നത്. ആണ് ഈ ഡെക്കാൻ പ്ലേറ്റ്യൂ എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുന്നേ നോക്കി എത്ര ഭംഗിയുള്ള സ്ഥലങ്ങളാണെന്ന് നോക്കി.
നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉൾഗ്രാമത്താണ്. നമ്മളിപ്പോൾ നാസിക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ജംഗ്ഷനിലേക്ക്. നാസിക് ജംഗ്ഷൻ, അതായത് റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ കാണുന്ന ഉൾപ്രദേശങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. നമുക്ക് ഇവിടെ പാടങ്ങളും അതുപോലെ എല്ലാം ഉണ്ട്. അവിടെ ട്രാഫിക്, അവിടെ ഹൈവേ പോകുന്നുണ്ട് ആ വഴി. ഇവിടെയായിട്ടുള്ള സ്ഥലങ്ങളാണ്, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ. നിങ്ങൾക്ക് ഇവിടുത്തെ സ്ലീപ്പിംഗ് കോച്ചിൻ്റെ ഒക്കെ ഇതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ ആഗ്ര സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാ. ഇവിടെ തണുപ്പ് ഭയങ്കരമായിട്ടുള്ള തണുപ്പാണ്. ഡൽഹിയിലേക്ക് പോകുന്തോറും തണുപ്പ് കൂടി വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി ആഗ്ര സ്റ്റേഷനിൽ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി റൂമിലേക്ക് പോകണം. റൂം എടുത്തിട്ടില്ല, റൂം നോക്കണം. റൂമിൽ ചെന്നിട്ട് നാളെ ആയിക്കോട്ടെ നമ്മൾ ഇവിടുത്തെ പ്ലേസസൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെ ഇവിടെ ഒരുപാട് പേരിങ്ങനെ നമ്മളെ വന്ന് ചോദിക്കലും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ചോദിക്കും. അപ്പോൾ ഇനി റൂമിലേക്ക് നടന്നു പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടോ നോക്കും. അല്ലെങ്കിൽ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടോ. ഇനി റൂമിലേക്ക് വന്നത് വിഷയങ്ങൾ പറയാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മുംബൈയിൽ നിന്ന് ആഗ്രയിലേക്ക് വരുന്ന ട്രെയിൻ യാത്രയുടെ വീഡിയോ ആയിരുന്നു. ഒരുപാട് നല്ല രസകരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഇറങ്ങി ഒരു നടക്കാനും അല്ലെങ്കിൽ അവിടെ ഇറങ്ങി കുറച്ച് ദൂരം ഇതൊക്കെ കാണാനൊക്കെ എനിക്ക് വളരെയധികം ആഗ്രഹം തോന്നിയിരുന്നു. പക്ഷേ ട്രെയിനിൻ്റെ അകത്ത് നമുക്ക് പുറത്തേക്ക് ചേടാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഇനി ഒരിക്കലും എന്തെങ്കിലും ഞാൻ നമ്മുടെ ചാനലിലേക്ക് അത്യാവശ്യം എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനൽ ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ അങ്ങനത്തെ അത്തരം വീഡിയോകളിൽ തീർച്ചയായും ഞാൻ ചെയ്യുന്നതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം റിമോട്ടായിട്ടുള്ള ഏരിയകളിലൊക്കെ പോകാനും അല്ലെങ്കിൽ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എന്തുകൊണ്ടോ എനിക്കന്ന് ട്രെയിനിലിരുന്ന സമയത്ത് ഞാൻ ചെയ്തത് മണ്ടത്തരമായി പോയോ എന്നുള്ള ചിന്തകളൊക്കെ എനിക്ക് നിരവധി ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ പോകണ്ടായിരുന്നു, അല്ലെങ്കിൽ നേരിട്ട് അങ്ങോട്ട് പോകണ്ടായിരുന്നു എന്ന് എനിക്ക് വളരെയധികം അങ്ങനെ തോന്നിയിരുന്നു. ഇതൊക്കെ കണ്ടും അതേപോലെ എക്സ്പീരിയൻസ് ചെയ്തൊക്കെ പോയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഓൾറെഡി ട്രെയിനിൻ്റെ അകത്ത് ആയിപ്പോയി. അപ്പോൾ ഒന്നും അത് ചെയ്യാൻ പറ്റും. നിങ്ങൾ അത് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതാണെന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റി വലുതാകുന്നതനുസരിച്ച് നമ്മളെന്തായാലും അതിന് നിങ്ങൾ അത്തരത്തിലുള്ള വീഡിയോസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്തരം വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അത് ചെയ്യാതെ ഇരുന്നുകൊണ്ട് നമുക്ക് ഇതൊന്നും തോന്നണ്ട. കാരണം അതെന്തായാലും നമ്മൾ ചെയ്യും, നമ്മൾ ചെയ്യാതിരിക്കത്തൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മളിത് അത്തരം കാര്യങ്ങളൊക്കെ അത്തരം വീഡിയോസുകളൊക്കെ ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയേക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യും, അത് ഉറപ്പായിട്ടും നമ്മൾ ഫ്യൂച്ചറിൽ അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെനിക്ക് തോന്നിയത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത് തോന്നിയത് വേണ്ടായിരുന്നു എന്ന് പല പ്രാവശ്യം തോന്നിയിരുന്നു. പക്ഷേ എന്തോ അത് ചെയ്തത് ഭയങ്കര എൻ്റെ മിസ്റ്റേക്ക് ആയിപ്പോയി. കാരണം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് നേരിട്ട് വന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ വന്നാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു. എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ അടുത്ത ദിവസം നമ്മൾ അടുത്ത ഈ പുതിയ ഡെസ്റ്റിനേഷനിലേക്കുള്ള അല്ലെങ്കിൽ ആഗ്രയിൽ നിന്നുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങളിലേക്ക് എത്തുക. അപ്പോൾ അവിടെ നമ്മൾ കുറച്ചധികം ഡെസ്റ്റിനേഷൻസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അവിടെയൊക്കെ സാധാരണ സാധാരണ പോകുന്ന സ്ഥലങ്ങളിലും പോകുന്നുണ്ട്, അതേപോലെ പോകാത്ത കുറേ സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഓരോ എപ്പിസോഡായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. എല്ലാവരും സാധാരണ പറയുന്ന പോലെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിക്കോട്ടെ. അപ്പോൾ അടുത്ത ദിവസം കാണാം അല്ലേ? ഓക്കെ, ശരി എന്നാൽ.